അബ്ദുറഹീമിന് 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന ന്യൂസ് ക്യാപ്ഷൻ കണ്ട് ഒരുപാട് ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ 34 കോടി രൂപ എല്ലാവരും പിരിച്ചു കൊടുത്തതെന്നാണ്. അപ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ട കുടുംബത്തിന് ദിയാദനം അഥവാ ബ്ലഡ് മണി കൊടുത്തത് അത് വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ്. അതും ഒരുപാട് സമ്മർദ്ദത്തിനൊടുവിലാണ് അവരതിന് എഗ്രി ആയത് തന്നെ. അന്നെങ്ങാനും നമ്മൾ ആ ഒരു ഡെഡ് ലൈനുള്ളിൽ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ വധശിക്ഷ നടപ്പാക്കിയേനെ. മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ 20 വർഷത്തെ തടവ് ശിക്ഷ എന്നുള്ളത് സൗദി പൊതു പബ്ലിക് ക്രൈം ഒഫൻസിനുള്ള ആ ഒരു ശിക്ഷയുടെ കാലാവധിയാണ് 20 വർഷം. അപ്പോൾ അതിൽ 19 വർഷം ഓൾറെഡി അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി 1 വർഷം കൂടിയാണ് ബാക്കിയുള്ളത്. അടുത്ത വർഷത്തോടു കൂടെ 2026 അദ്ദേഹം മോചിതനാവുന്നതാണ് ഇന്ന് വന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും സൗദിയിലുള്ള അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് അപ്പീൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് ആ മോനെ കാണാനുള്ള ആ ഒരു മുഹൂർത്തത്തിന് എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.